ഓം നമഃ ശിവായ. ആദ്യം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക്, ഷെയർ, കമന്റ് ജ്യോതിഷത്തിൽ നവഗ്രഹങ്ങൾ നിശ്ചിത കാലത്തിനു ശേഷം രാശി മാറി സഞ്ചരിക്കും. ചില ഗ്രഹങ്ങൾ വർഷങ്ങളോളം ഒരു രാശിയിൽ തുടരുമ്പോൾ മറ്റ് ചില ഗ്രഹങ്ങൾ ആഴ്ചകൾ മാത്രമേ ഒരു രാശിയിൽ നിലനിൽക്കൂ. ഈ രാശിമാറ്റങ്ങൾ ആളുകളുടെ ജീവിതത്തിൽ കാര്യമായ പ്രതിഫലനങ്ങൾ സൃഷ്ടിക്കും. ദേവഗുരുവായ ശുക്രനും ഗ്രഹങ്ങളുടെ രാജകുമാരനായ ബുധനും ഈ മാസം പ്രധാനപ്പെട്ട ചില രാശിമാറ്റങ്ങൾ നടത്തുകയാണ്. ജൂലൈ 19-ന് ബുധൻ കർക്കടകം രാശിയിൽ നിന്നും ചിങ്ങം രാശിയിലേക്ക് പ്രവേശിക്കും. അതിനുശേഷം ജൂലൈ 31-ന് ശുക്രനും ചിങ്ങത്തിലെത്തും. ഈ രണ്ട് ഗ്രഹങ്ങളുടെയും സംയോഗത്തിലൂടെ ചിങ്ങം രാശിയിൽ ലക്ഷ്മി നാരായണ രാജയോഗം രൂപപ്പെടും. പൊതുവേ രാജയോഗങ്ങളിൽ വളരെ ശുഭകരമായ രാജയോഗമാണിത്. ഈ രാജയോഗത്തിലൂടെ 3 രാശിക്കാർക്ക് വളരെ മികച്ച സമയം വന്നുചേരും. ആ 3 രാശിക്കാർ ഏതെല്ലാമാണെന്ന് നോക്കാം. മേടം ആണ് ആദ്യത്തെ രാശി. മേടം രാശിയുടെ 5-ാം ഭാവത്തിലാണ് ലക്ഷ്മി നാരായണ രാജയോഗം സംഭവിക്കുന്നത്. ഇതിലൂടെ മേടം രാശിക്കാർക്ക് എല്ലാ മേഖലകളിലും വിജയവും സഫലതയും വന്നുചേരും. എന്തു കാര്യത്തിലും ഭാഗ്യത്തിന്റെ തുണയുണ്ടാകും. പൂർത്തിയാക്കാതെ വെച്ചിരുന്ന കാര്യങ്ങളും പൂർത്തിയാക്കാൻ സാധിക്കും. കുടുംബത്തിലും നല്ല സമയം വന്നുചേരും. കുടുംബത്തോടൊപ്പം യാത്രകൾ പോകാൻ സാധിക്കും. അപ്രതീക്ഷിതമായ ധനലാഭത്തിന് യോഗമുണ്ടാകും. ഇതിലൂടെ ധനസ്ഥിതി മെച്ചപ്പെടും. വാഹനമോ മറ്റെങ്കിലും സ്വത്തുവകളോ വാങ്ങാനാകും. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് നല്ല കാര്യങ്ങൾ കേൾക്കാൻ സാധിക്കും. ഓഹരി നിക്ഷേപവും ലോട്ടറിയും അടക്കമുള്ള ഭാഗ്യപരീക്ഷണങ്ങൾക്ക് അനുകൂലമായ സമയമാണ്. ആരോഗ്യപരമായി അനുകൂലമായ സമയമാണ്. ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും. ജീവിതത്തിൽ പൊതുവെ സന്തോഷം നിറഞ്ഞ സമയമായിരിക്കും ഇത്. മിഥുനം ആണ് അടുത്ത രാശി. മിഥുനം രാശിയുടെ 3-ാം ഭാവത്തിലാണ് ലക്ഷ്മി നാരായണ യോഗം സംഭവിക്കുന്നത്. ഈ രാശിയിൽ ജനിച്ചവർക്ക് എല്ലാ മേഖലകളിലും തിളങ്ങാനുള്ള അവസരമാണിത്. കുടുംബത്തോടൊപ്പം നല്ല സമയം പങ്കുവയ്ക്കും. ജോലിസ്ഥലത്തും വളരെ അനുകൂലമായ സാഹചര്യങ്ങളായിരിക്കും. അതിനാൽ ജോലിയിൽ നിന്ന് കടുതൽ സംതൃപ്തി ലഭിക്കും. ജോലിയിലുള്ള മികവ് ഉന്നതാധികാരികളുടെ പ്രശംസ നേടും. ഇത് സ്ഥാനക്കയറ്റത്തിനും ശമ്പളവർദ്ധനയ്ക്കുമുള്ള സാധ്യത വർദ്ധിപ്പിക്കും. ജോലിയുമായി ബന്ധപ്പെട്ട് നിരവധി യാത്രകൾ നടത്തേണ്ടതായി വരും. പങ്കാളിയുമായി ചേർന്ന് യാത്രകൾ പോകും. ഭാഗ്യത്തിന്റെ പൂർണ്ണമായ അനുഗ്രഹം ഈ കാലയളവിൽ ലഭിക്കും. ശമ്പളം വർദ്ധിക്കും. കാലങ്ങളായി തിരികെ കിട്ടാതിരുന്ന പണം തിരിച്ചുകിട്ടും. ബിസിനസ്സിൽ പുതിയ കരാറുകളിൽ ഒപ്പുവയ്ക്കാൻ സാധ്യതയുണ്ട്. അവിവാഹിതർക്ക് നല്ല വിവാഹാലോചനകൾ വരും. ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങും. ആലോചിച്ചുവെച്ചിരുന്ന പല ജോലികളും പൂർത്തിയാക്കും. ആരോഗ്യം തൃപ്തികരമായിരിക്കും. പൊതുവെ ഈ കാലയളവിൽ ആത്മവിശ്വാസം വർദ്ധിക്കും. അടുത്ത രാശി ചിങ്ങമാണ്. ചിങ്ങം രാശിയിൽ ലക്ഷ്മി നാരായണ യോഗത്തിന്റെ സമൃദ്ധി, സമ്പത്തും സമ്പാദ്യവും ഐശ്വര്യവും വഴിയെ ചിങ്ങം രാശിയിൽ ജനിച്ചവരുടെ ലഗ്നഭാവത്തിലാണ് ലക്ഷ്മി നാരായണ യോഗം രൂപം കൊള്ളുന്നത്. ഈ കാലയളവിൽ ഉടനീളം ഭാഗ്യം ഒപ്പമുണ്ടാകും. ഏറെക്കാലമായി പൂർത്തിയാക്കാതെ വെച്ചിരുന്ന ജോലികൾ പൂർത്തീകരിക്കും. കുടുംബാംഗങ്ങളുടെ പൂർണ്ണമായ സഹകരണം ഉണ്ടാകും. ബിസിനസ്സിൽ ലാഭം വന്നുചേരും. പുതിയ വരുമാന ശ്രേയാതസ്സുകൾ ഉണ്ടാകും. ആരോഗ്യം തൃപ്തികരമായിരിക്കും.